പാർട്ടിയിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് CPIM കായംകുളം ഏരിയ കമ്മിറ്റി അംഗം KL പ്രസന്നകുമാർ 24നോട്. ഒരു കാരണവശാലും BJPയിലേക്കില്ല. ശാരീരിക അവശതകൾ മൂലമാണ് വിട്ടുനിൽക്കുന്നതായി കത്ത് നൽകിയത്. മകൻ ബിപിൻ സി ബാബുവിന്റെ കൊലപാതക വെളിപ്പെടുത്തൽ പണ്ട് നടത്തിയതാണ്. കൊലപാതകത്തെക്കുറിച്ച് മറ്റൊന്നും അറിയില്ലെന്നും പ്രസന്നകുമാർ 24നോട് പറഞ്ഞു. ആലപ്പുഴയിൽ നിന്നും മനീഷ് മഹിവാൽ പ്രസന്നകുമാരിയുമായി സംസാരിച്ചു. കായംകുളം ഏരിയ കമ്മിറ്റി അംഗം CPIM ഏരിയ കമ്മിറ്റി അംഗം KL പ്രസന്നകുമാരി രാജിവെച്ചു എന്ന തരത്തിൽ ഉള്ള വാർത്തയായിരുന്നു. ഇപ്പോൾ തന്നെ ജില്ലയിലെ മുതിർന്ന നേതാവ് KH ബാബുജാനെതിരെ വലിയ ആരോപണങ്ങളുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. മകൻ ബിപിൻ സി ബാബു ഒരു കത്ത് കൊടുത്തതിൽ ചില പരാമർശവും വിവാദമായിരുന്നു. എന്താണെങ്കിലും പ്രസന്നകുമാരി തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അങ്ങനെ ഒരു രാജിക്കത്തുണ്ടോ? പാർട്ടി വിടാനായി കത്ത് നൽകിയിട്ടുണ്ടോ? രാജിക്കത്തല്ല, എനിക്ക് ആരോഗ്യപരമായ കാരണങ്ങളാൽ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ട് തൽക്കാലം ഞാൻ എൻ്റെ പ്രവർത്തനം, കാരണം ഇലക്ഷൻ ആയതുകൊണ്ട് സജീവമായി പ്രവർത്തിക്കണമല്ലോ, അപ്പോൾ അത് കഴിയാത്തത് കൊണ്ട് ഞാൻ ആ പ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് കത്ത് കൊടുത്തത്. ഈ കത്തിൽ പക്ഷേ ഒരു ചില നേതാവ് നടത്തുന്ന പ്രവർത്തനം കാരണം ദളിത് പിന്നോക്ക വിഭാഗത്തിലെ ആളുകൾ മാറി നിൽക്കുന്നു, നൂറുകണക്കിന് ആളുകൾക്ക് ഇത് ബാധിക്കുന്നുണ്ടെന്നൊക്കെ തരത്തിലുള്ള പരാമർശം കണ്ടിരുന്നു. അതൊക്കെ അതൊന്നുമില്ല, അതൊന്നും വെറുതെയാണ്, അതിലങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ബാബുജാസവൻ അങ്ങനെ ആരുടെയും പ്രത്യേകിച്ച് പേരൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് കാരണം ഞാൻ പ്രവർത്തിക്കാതെ വന്നപ്പോൾ ഇലക്ഷനുമായി പ്രവർത്തിക്കുന്നില്ല എന്ന തരത്തിൽ എതിരാളികൾ പ്രചരിപ്പിച്ചപ്പോൾ എന്നാൽ ഞാൻ അവധിയെടുത്ത് നിൽക്കാമെന്ന് കണ്ടാണ് കത്ത് കൊടുത്തത്. അല്ലാതെ ആരെയും പ്രത്യേകമായി പരാമർശിക്കുന്നൊന്നുമില്ല. പാർട്ടിയായി പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കി PDGS നേതാക്കളുമായി താങ്കൾ ചില കൂടിക്കാഴ്ച നടത്തിയ ചിത്രങ്ങൾ പുറത്തത്. എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം? എന്താണ് യാഥാർത്ഥ്യം? എതിരാളികൾ ഇതെല്ലാം പ്രചരിപ്പിച്ചപ്പോൾ അവർക്കൊക്കെ തോന്നി ഞാൻ എന്തോ പാർട്ടിയുമായി പിണങ്ങി നിൽക്കുവാണെന്ന്, ഒഴിഞ്ഞതാണെന്ന്. എന്നെ പലരും കാണാൻ വന്നു. ഞാൻ അവരോടെല്ലാം പറഞ്ഞു, എനിക്ക് ആ പാർട്ടിയായിട്ടുള്ള പിണക്കമൊന്നുമല്ല. എൻ്റെ ആരോഗ്യപരമായ പ്രശ്നങ്ങളാൽ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എനിക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് മാത്രം ഞാൻ പോകുന്നില്ല. ഒരു കാര്യം കൂടി, മകനെ സംബന്ധിച്ച് ഉള്ള കാര്യമാണ്. അത് കുടുംബപരമായിട്ടുള്ള ഒരു സ്വകാര്യ കാര്യമാണെങ്കിൽ പോലും പാർട്ടി അദ്ദേഹത്തിൻ്റെ ഭാര്യ കൊടുത്തൊരു പരാതിയിൽ നടപടി എടുത്തിരുന്നു. 6 മാസം സസ്പെൻഷനിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു കത്ത് കൂടി പുറത്തു വന്നിട്ടുണ്ട്. അതിൽ വലിയ വിവാദ പരാമർശമുണ്ട്. 2001 നടന്നൊരു കൊലപാതകത്തിൽ മകൻ നിരപരാധിയായിരുന്നു. പാർട്ടി ആലോചിച്ച് നടത്തിയ കൊലപാതകം, സത്യം കൊലപാതകം എന്നുള്ള ഒരു വലിയ ഗൗരവപരമായ വെളിപ്പെടുത്തലുണ്ട്. എങ്ങനെ പ്രതികരിക്കും? അത് എൻ്റെ മോൻ അന്ന് 18 വയസ്സേ ഉള്ളൂ. അന്ന് ഞാൻ ജനപ്രതിയാണ്. അപ്പോൾ എന്നെ പ്രതിയാക്കാൻ കഴിയാത്തത് കൊണ്ട് അന്ന് കോൺഗ്രസ് BJP സംയുക്തമാണ്, അവർ മോനെ പ്രതിയാക്കിയതാണ്. പക്ഷേ അവൻ അതിലില്ല. എന്നാൽ ഈ ഭാര്യ കൊടുത്ത കത്ത്, അതിൻ്റെ അടിസ്ഥാനത്തിൽ അവനെ നടപടിയെടുത്തപ്പോൾ ആ സമയത്ത് ഞാൻ ഇതെല്ലാമായിരുന്നു. SFI ജില്ലാ സെക്രട്ടറി ആയിരുന്നു, പ്രസിഡൻ്റായിരുന്നു, DYY സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു. ഞാൻ കരിയിലക്കുളങ്ങര നടന്ന സത്യം കൊലപാതക കേസിൽ എന്നെ ശിക്ഷിച്ചിട്ടുണ്ട്. നിരപരാധിയായ എന്നെ കേസിൽ പ്രതിയാക്കി ഞാൻ 60 ദിവസത്തോളം ജയിലിൽ കിടന്നിട്ടുണ്ടോ എന്നൊക്കെ അന്ന് കാണിച്ചു കൊടുത്ത കത്താണ്. അതെടുത്ത് ഇപ്പോൾ എതിരാളികൾ നമുക്ക് പാർട്ടിക്കെതിരെ പ്രചരിപ്പിക്കുകയാണ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട്, അല്ലാതെ മറ്റൊന്നുമല്ല. നമുക്കതുമായിട്ടൊരു ബന്ധവുമില്ല.